ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹാൻഡ് ബാഗ് ഓർഗനൈസറാണ്. വളരെ സിമ്പിളാണ്. ഹാൻഡ് ബാഗിലൊക്കെ നമ്മൾ കുറേ സാധനങ്ങൾ നമ്മുടെ ബാഗിലുണ്ടായിരിക്കും. അപ്പോൾ ഓരോന്നൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കിയെടുക്കാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ അതേപോലെ എല്ലാ സാധനങ്ങളും ഒതുക്കി വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഓർഗനൈസറാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആകെ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു കവറും പിന്നെ എന്തെങ്കിലും ഫാബ്രിക് ഗ്ലൂവോ അല്ലെങ്കിൽ ഫെവിക്കോളോ മാത്രം മതി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം, എന്നാൽ ഭയങ്കര യൂസ്ഫുള്ളുമാണ്. പിന്നെ ഇത് നമുക്ക് വാങ്ങാനും കിട്ടും, നമുക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും തോന്നുന്നു. ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുണ്ട്, ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ റിവ്യൂ കൂടി ഞാൻ കാണിക്കുന്നുണ്ട്, വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് ഓർഗനൈസർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കവർ എടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ ബാഗിൽ കൊള്ളാവുന്ന തരത്തിലുള്ള കവർ എടുക്കുക. നമ്മുടെ ഹാൻഡ് ബാഗിൽ ഏത് വലിപ്പത്തിലുള്ള കവറാണ് വെക്കാൻ പറ്റുക അതിനനുസരിച്ചുള്ള കവർ നമ്മൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ കവർ മൂന്നായിട്ടൊന്ന് മടക്കാം, ഈക്വലായിട്ട് മൂന്നായിട്ട് മടക്കുക. എന്നിട്ട് ആ ഓരോ മടക്കിലും നമ്മൾ പാൻ കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് കറക്റ്റ് മടക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ കവറിൽ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ ഏറ്റവും അവസാനം മാർക്ക് ചെയ്ത ഭാഗത്ത് നമ്മളൊന്ന് പിടിക്കുക. കവറിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ടിട്ട് കവർ അവിടെ ചേർത്ത് പിടിക്കാം. എന്നിട്ട് ഈ കവർ നേരെ പുറകിലേക്ക് മടക്കുകയാണ്. നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അവിടം വരെ മടക്കിയാൽ മതി, നേരെ പുറകിലേക്ക് മടക്കാം. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇതേപോലെ മടക്കിയെടുക്കുക, എന്നിട്ട് കറക്റ്റ് അലൈൻമെൻറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെയായിരിക്കും കാണാനായിട്ടുണ്ടാവാം. ഇനി അടുത്തതായിട്ട് നമ്മൾ രണ്ടാമത് മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെ ഹോൾഡ് ചെയ്തിട്ട് ബാക്കി മുന്നിലേക്ക് നിൽക്കുന്ന ഭാഗം, കവറിൻ്റെ മുന്നിലേക്ക് നിൽക്കുന്ന ഭാഗം നേരെ പിന്നിലേക്ക് വീണ്ടും മടക്കി കൊടുക്കുക. ഇതേപോലെ മടക്കുക. അപ്പം നമുക്ക് 3 പാർട്സ് ആയിട്ടുള്ള ഒരു ഓർഗനൈസർ കിട്ടും. ഇനി അടുത്തതായിട്ട് ഈ കവർ ഇങ്ങോട്ട് ഊരി പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് ഈ സൈഡിൽ ഫെവിക്കോൾ വെച്ചിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ സ്റ്റേപ്ലർ അടിക്കാം, അല്ലെങ്കിൽ തുന്നി കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ 2 സൈഡിലും സ്റ്റേപ്ലർ വെച്ചിട്ട് അടിച്ചിട്ടുണ്ട്, ഇനി ഈ കവർ ഇങ്ങോട്ട് ഊരി പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിനെ കള്ളികളായിട്ട് തിരിക്കുക എന്നുള്ളതാണ്. നമുക്കിഷ്ടമുള്ള വലിപ്പത്തിന് ഇഷ്ടമുള്ള എത്ര കള്ളികൾ വേണോ അത്രയും കള്ളികളായിട്ട് നമുക്കിതിനെ തിരിക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫാബ്രിക് ഗ്ലൂവോ അല്ലെങ്കിൽ ഫെവിക്കോളോ, ഞാൻ രണ്ടും യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും മതി നമുക്ക് തൊട്ടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ 2 കള്ളികളായിട്ട് തിരിച്ചിട്ടുണ്ട്, ബാക്കിൽ 3 പാർട്സായിട്ട് തിരിച്ചിട്ടുണ്ട്. പിന്നെ നടുവിലത്തെ കള്ളി അങ്ങനെ തന്നെ വിടാണ്, കുറച്ച് വലിയ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇത് ഒട്ടിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഉണങ്ങാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഉണങ്ങാനായിട്ട് വെക്കുമ്പോൾ എന്തെങ്കിലും വെയിറ്റുള്ള സാധനം ഇതിൻ്റെ മുകളിലൊന്ന് കയറ്റി വെക്കുക, നന്നായിട്ടൊന്ന് ഒട്ടാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം നമുക്ക് ഉണങ്ങാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കൊന്നും കൂടിയും ഇത് സെക്യൂർ ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടല്ലോ, അതിൽ കൂടെ നമുക്ക് സൂചി നൂല് ഉപയോഗിച്ചൊന്ന് തുന്നി കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടി നല്ല ഉറപ്പിലിരുന്നോളും, പിന്നെ വിട്ട് പോരെയില്ല. അപ്പോൾ അതേപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി നമുക്ക് ഇതിൽ നമ്മൾ ബാഗിൽ സ്ഥിരമായി വെക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് വെക്കാം. അപ്പോൾ ഇതിൽ ഓരോ കള്ളികൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള വലുപ്പത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഇതിൽ ഓരോ സാധനങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട്, എന്നിട്ട് ഞാനത് ബാഗിലേക്ക് വെക്കുകയാണ്. അപ്പോൾ എൻ്റെ ബാഗിൽ ആദ്യത്തെ അവസ്ഥ നിങ്ങൾ കണ്ടുല്ലോ, ഒരു കൈ ഇട്ട് കഴിഞ്ഞാൽ ഏതൊക്കെ സാധനങ്ങൾ എന്നൊന്നും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു ഓർഗനൈസർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്, സാധനങ്ങൾ ഒതുങ്ങിയിരിക്കാനും നമുക്ക് പെട്ടെന്ന് കിട്ടാനും എടുക്കാനും വെക്കാനും ഒക്കെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തതായിട്ട് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന സാധാരണ ഓർഗനൈസറാണ് കാണിക്കുന്നത്. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്, ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. പ്രൈസ് 299 ആയിരുന്നു, പിന്നെ ഡെലിവറി ചാർജ് ഉണ്ട്. അപ്പോൾ മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇവയിലേക്ക് കുഴപ്പമൊന്നും തോന്നണമെന്നില്ല, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ ഉപയോഗിച്ച് നോക്കിയാലേ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ, ഓർഡർ ചെയ്തിട്ട് വന്നിട്ടേ ഉള്ളൂ, ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ കള്ളികളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഇവിടെ 4 കള്ളികളുണ്ട്, നെറ്റിൻ്റെ മെറ്റീരിയലാണ്. ഇത് നല്ല മെറ്റീരിയലാട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ ബാക്കിൽ 2 മീഡിയം കള്ളികളുണ്ട്. പിന്നെ വലിയതായിട്ട് വരുന്നത് 3 കള്ളികളുണ്ട്, 2 സിബ് വെച്ചിട്ടുള്ളത്, 1 ഓപ്പൺ ആയിട്ടുള്ളത്. സിബൊന്നും കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഉള്ള സിബാണ്, തുറക്കാനും മടക്കാനൊക്കെ നല്ല എളുപ്പമാണ്, നല്ല ക്വാളിറ്റി ഉള്ള സിബാണ്. പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് വീണ്ടും 2 മീഡിയം കള്ളികളുണ്ട്, പിന്നെ നെറ്റിൻ്റെ 2 കള്ളികളുണ്ട്. ഇനി ഇത് സൈഡിൽ 2 ബട്ടണും കൂടി ഉണ്ട് കേട്ടോ. ഞാനത് വീഡിയോയുടെ ലാസ്റ്റാണ് കാണിക്കുന്നത്, ഞാൻ പെട്ടെന്ന് അത് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ സാധനങ്ങൾ അനുസരിച്ചിട്ട് ഇതിൻ്റെ വലിപ്പം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള 2 ബട്ടണും കൂടി ഉണ്ട് അതിൻ്റെ സൈഡിലായിട്ട്.
അപ്പോൾ കാണുമ്പോൾ കുഴപ്പമൊന്നും തോന്നണില്ല. ഇനി ഉപയോഗിച്ച് നോക്കിയാലേ അറിയുള്ളൂ എങ്ങനെയുണ്ട്, ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പോൾ എൻ്റെ ബാഗിലേക്ക് കറക്റ്റ് കൊള്ളുന്ന അളവാണിത്. അളവൊക്കെ അവരെല്ലാം എഴുതിയിട്ടുണ്ട്. നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുമ്പോൾ എഴുതിയിട്ടുണ്ടായിരിക്കുമല്ലോ. സാധാരണ ഒരു ബാഗിൽ കൊള്ളുന്ന വലിപ്പം തന്നെയാണ്. അപ്പോൾ ഇനി ഇതിൽ സാധനങ്ങളൊക്കെ വെച്ച് നോക്കാം. അപ്പോൾ ഞാൻ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ബാഗിലേക്ക് വെക്കേ വേണ്ടൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓർഗനൈസർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ്. ബാഗിൽ സാധനങ്ങളൊക്കെ എടുക്കാനും വെക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. നമ്മൾ നല്ല തിരക്കിൽ പോവുകയാണെങ്കിൽ തന്നെ ബാഗിൽ നിന്ന് ഉള്ളിൽ സാധനങ്ങൾ എടുക്കാനും വെക്കാനൊക്കെ നല്ല എളുപ്പമാണ്. അപ്പോൾ വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് നേരത്തെ കാണിച്ച പോലെ ഒരു ഓർഗനൈസർ ഉണ്ടാക്കാം. അത് വളരെ നാൾ നിൽക്കും. ഒന്ന് തുന്നിയെടുത്താൽ മതി, വളരെ നാൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കനും കൂടിയുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.